രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായിട്ട് പുതിയൊരാൾ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തൃശ്ശൂർ സ്വദേശിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഹണി റോസ് നിയമ നടപടി കൈക്കൊള്ളും എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരാളും കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ എന്ത് തെറ്റാണ് ചെയ്തത്? നമുക്കത് മനസ്സിലാവുന്നില്ല. അല്ല, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം പറയുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം ഒന്നും തന്നെ സംസാരിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നല്ലേ ഇപ്പോൾ കേരളത്തിലൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തൃശ്ശൂർ സ്വദേശി എന്തിനാണ് പരാതി കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊരു പൊതുതാൽപര്യ വിഷയമാണോ? പൊതുതാൽപര്യ ഹർജിയാണോ അദ്ദേഹം കൊടുത്തത്? ഇപ്പം ഈ പറയുന്ന ഹണി റോസ് പരാതി കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. കാരണം ഹണി റോസിന് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് പോലീസ് പരിശോധിച്ച് കേസെടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? കോടതിയാണ്. ഇവിടെ പോലീസ് പോലും അല്ല, ഹണി റോസ് പോലും അല്ല, കോടതിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഈ തൃശ്ശൂർ സ്വദേശിക്ക് ഇതിൽ എന്താണ് കാര്യമെന്നല്ല എനിക്കറിയില്ല. എനിക്ക് കൃത്യമായിട്ട് തോന്നി തൃശ്ശൂർ സ്വദേശിയൊക്കെ ഇത്തരം കേസുകളിൽ വന്ന് ഹർജി കൊടുത്താൽ ഒന്ന് ഫേമസ് ആകാം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം ഇതിൻ്റെ പുറകിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ ഈ കാര്യത്തിലൊക്കെ വന്ന് അങ്ങനെ എന്തെല്ലാം കാര്യത്തിന് വന്ന് പരാതി കൊടുക്കേണ്ടതുണ്ട്. മുമ്പ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് പെമ്പിള ഒരുമയ സമരത്തിനെതിരായിക്കൊണ്ട് എം മണി പറഞ്ഞ കുറച്ച് വാചകങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിലേക്ക് രമ്യ ഹരിദാസ് പോയത് എന്തിനാണ് എന്ന് ഒരു വഷളൻ ചിരിയോടുകൂടി ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കൊണ്ട് വിജയരാഘവൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അന്നൊക്കെ എത്ര ആളുകളെ കണ്ടു നമ്മൾ പരാതി കൊടുക്കാൻ? ഇവരൊക്കെ ഇതിൻ്റെ പേരിൽ ജയിലിൽ പോയോ? ജയിലിലൊന്നും പോയിട്ടില്ല, ആരും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ല. ഇവിടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുമ്പാകെയുണ്ട്. ആളുകളെല്ലാം അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ കുറച്ച് നാളുകളായിട്ട് ലൈം ലൈറ്റിൽ വലിയ രീതിയിലുള്ള ഒരു മൈലേജ് കിട്ടാതിരുന്ന രാഹുൽ ഈശ്വറിന് പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു മൈലേജാണ്, അല്ലെങ്കിൽ വലിയൊരു പിന്തുണയാണ് ജനങ്ങൾക്കിടയിൽ ലഭിച്ചിരിക്കുന്നത്. നമ്മളെ കമൻറ്റ് സെക്ഷൻസ് ഓരോ വീഡിയോസിന് താഴെയും, നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിൽ വരുന്ന ഓരോ വീഡിയോസിന് താഴെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വീഡിയോസിന് താഴെയും വരുന്ന കമൻറ്റുകളിലെല്ലാം രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടാണ്. രാഹുൽ ഈ പറഞ്ഞത് ശരിയാണ്, രാഹുൽ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പിന്തുണയാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വറിന് കിട്ടുന്നത്. അതായത് നമ്മൾ രാഹുൽ ഈശ്വർ ഏതെങ്കിലും രീതിയിൽ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം രീതിയിൽ പരാതിയുമായിട്ട് രാഹുലിനെതിരെ ആളുകൾ രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് വളരെയധികം മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം വിമർശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു ജനാധിപത്യ അവകാശമാണ്. സഭ്യതയിൽ നിന്നുകൊണ്ട് വിമർശിക്കുക എന്ന് പറയുന്നത്, അത് ചെയ്യുന്നത് തെറ്റാണ്. ഹണി റോസ് എന്തോ ദൈവമാണ്, ഹണി റോസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലും എന്നൊക്കെ പറയുന്നൊരു സമീപനം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. രാഹുൽ എന്താണ് പറയുന്നത്? രാഹുൽ നേരത്തെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹണി റോസ് ഉടുത്തിരിക്കുന്ന സാരി അവർ ഉദ്ഘാടന വേദിയിലോ അല്ലെ മറ്റു രീതിയിലോ ഒക്കെ അവരുടെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഇവരെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാകുമോ? നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ സത്യം പറയണം, കണ്ണടച്ചിരുട്ടാക്കരുത് എന്നൊക്കെയാണ് രാഹുൽ ഉന്നയിക്കുന്ന വിമർശനം എന്ന് പറയുന്നത്. വളരെ സഭ്യതയിൽ ഇതാണ് രാഹുൽ ചോദിക്കുന്നത്. ശരിയാണോ ആ ചോദ്യം? അതൊരു വലിയ ചോദ്യമാണ്. കാര്യം രാഹുൽ പറയുന്നത് സത്യമാണ്. കാരണം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സമൂഹം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാൽ ഇപ്പം സമൂഹത്തെ തള്ളിപ്പറയാനൊക്കെ ആളുകൾ ശ്രമിക്കാറുണ്ട്. കാരണം സമൂഹത്തിന് എന്തിനാണ് സമൂഹത്തിന് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്, എൻ്റെ അഭിപ്രായമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും ഈ സമൂഹം ഉണ്ടാക്കി വെച്ച പല കാര്യങ്ങളെയും അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഭാഗത്ത് സമൂഹത്തെ എതിർക്കുന്ന ആളുകൾ തന്നെ, ഞാൻ പറയാം, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് മാലയിടുന്നു, താലി കിട്ടുന്നു. ഇത് സമൂഹം ഉണ്ടാക്കി വെച്ചൊരു സാധനമാണെന്നേ, സമൂഹം ഉണ്ടാക്കി വെച്ചൊരു ആചാരമാണ്. അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യ ഒരാൾക്ക് മാത്രം സ്വന്തമാണ് എന്നുള്ള കൺസെപ്റ്റ് ആരാ ഉണ്ടാക്കി വെച്ചേ? സമൂഹം ഉണ്ടാക്കി വെച്ചല്ലേ. ഈ സമൂഹം ഉണ്ടാക്കി വെച്ച ഈ കൺസെപ്റ്റുകളെല്ലാം മാറ്റി പറിക്കാൻ ഇവിടുത്തെ അവതാരകരെല്ലാം തയ്യാറാണോ? ശരി, നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പരിപൂർണ്ണ സമ്മതം കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ ഇവിടുത്തെ അവതാരന്മാർ, ഈ പറയുന്ന സിംഹങ്ങളൊക്കെ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ തയ്യാറാകുന്നവർക്ക് ഇത് പറയാനുള്ള അധികാരം കൂടിയുണ്ട്. പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞത് സമൂഹം, ഞാനും ഗൗതമും സമൂഹവും ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കുന്ന കാര്യം തന്നെ പരമാർത്ഥത്തിലാണ് രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞത്. പക്ഷെ അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഹണി റോസ് ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പറയാനുള്ള അവകാശം ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അവിടെ ഒരു സംശയം വരുന്നത്,
നമ്മുടെ നിയമം നമ്മുടെ ഹണി റോസിന്റെ ശരീരത്തിലേക്ക് നോക്കുന്ന ആളുകളുടെ കണ്ണ്, അവരുടെ മനസ്സ് എന്താണ്? അത് നല്ല നല്ല കണ്ണോട് കൂടിയിട്ടാണോ എല്ലാവരും ഹണി റോസിനിലേക്ക് കണ്ണ് പായിക്കുന്നത്? അല്ല, അത് ഇപ്പം ഞാൻ പറയാം, ഹണി റോസ് എന്ന് വേണ്ട, ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ചെറിയ ഒരു വെടവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വെടവിനുള്ളിൽ കൂടി നോക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന സോക്കോൾഡ് മലയാളി എന്ന് പറയുന്നത്. എല്ലാവരെയും അല്ല പറയുന്നത്, പല ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഹണി റോസിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരു ഞാൻ പറയാം, ഇപ്പം ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുക എന്ന് പറയുമല്ലോ നമ്മൾ, ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുക. അങ്ങനെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി വസ്ത്രം ധരിച്ച് ആളുകളെ കൂട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് പറഞ്ഞത് അത് തന്നെയാണ്. അതെ, അതാണ് ഞാൻ കൂട്ടിയാൻ വന്നത്. അവർ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ബിസിനസ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ എത്തിക്സ് പറയുന്ന ആളുകൾ, ഈ എത്തിക്സ് ഒക്കെ പറയുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങളെ മുതലെടുക്കാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കണം. അപ്പം വരുന്ന ചോദ്യമുണ്ട്, എന്താണ്, നിങ്ങൾക്ക് ലൈംഗിക ദാരിദ്ര്യമുണ്ടെങ്കിൽ ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിലേക്ക് കടന്നു കയറാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നൊരു ചോദ്യമുണ്ട്. ഞാനതാ നേരത്തെയും പറഞ്ഞത്, ഇതൊരു വലിയ നിയമ പ്രശ്നമാണ് ഗൗതമേ. കാര്യം എന്താണെന്നറിയോ, ഈ നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾ, നമ്മുടെ ഭരണഘടനാപരമായ വിധികൾ, ഇതിലൊക്കെ വലിയ ചോദ്യം തർക്കത്തിലേക്കൊക്കെ പോകുന്നത്. കാര്യം എവിടം വരെ നമുക്ക് അഭിപ്രായം പറയാം? നമ്മുടെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ, പബ്ലിക് റോഡിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഏതൊക്കെ വസ്ത്രം നമുക്ക് ധരിക്കാം? രണ്ട് കോൺട്രവേഴ്സി അല്ലെങ്കിൽ രണ്ട് കോൺഫ്ലിക്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഒരു വ്യക്തി ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അവരുടെ പരിപൂർണമായ അവകാശമാണ് എന്ന് പറയുമ്പോഴും അവരുടെ ആ കാര്യത്തിന് നമ്മൾ ഒരു കാര്യത്തിലും എന്തെങ്കിലും വിമർശിക്കാൻ പാടില്ല. അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നു. ഒന്ന്. രണ്ടാമത്തൊരു ചോദ്യം കൂടെയുണ്ട്, അതായത് പബ്ലിക് വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി വിമർശനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വിമർശനത്തിന് ഏത് രീതിയിൽ വിമർശിക്കുന്നു? കുന്തി വിമർശനമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതെ, കുന്തി വിമർശനം എന്ന് പറയുമ്പോൾ തെറ്റാണ് മാത്രമല്ല. പക്ഷെ ഞാൻ എന്ത് വസ്ത്രം ഇടണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ വന്നിരുന്ന് പറയാം, ഇപ്പം ഞാനൊരു വസ്ത്രം ഇട്ട്, ഇയാളിട്ട വസ്ത്രം ശരിയല്ല, ഇയാൾ വസ്ത്രം മാറ്റണമെന്ന് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എനിക്ക് ഹേർട്ടാവുന്നു. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിന് ഇടപെടണം? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഒന്നാമത്തിൽ വരുന്നുണ്ട്. അത് നിയമമാണ് ഞാൻ പറയുന്നത്. ആ നിയമം ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്താണെന്നറിയോ, ഈ പറയുന്ന പൊതു ഇടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരേപോലെ നോക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ പൊതു ഇടത്ത് ഏതെങ്കിലും ഡ്രസ്സ് ധരിച്ച് ഇറങ്ങുന്ന ഒരാളെ പറ്റി അതേ സ്ഥലത്ത് ഇറങ്ങുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ടോ? ഈ പൊതു ഇടം എന്ന് പറഞ്ഞല്ലോ, ഈ ഇവർ വന്നിറങ്ങുന്ന വേദികൾ, ഉദ്ഘാടന വേദികൾ, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇവര് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നത് അനവധി ആളുകളാ. ഈ അനവധി ആളുകളൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കണം, യാതൊരു വിമർശനത്തിന്റെ സ്വരവും മുമ്പോട്ട് വെക്കാൻ പാടില്ല എന്നാണോ ഈ ഹണി റോസ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. ഞാനെന്താ പറയുന്നത്, നമ്മുടെ നിയമത്തിൽ നിയമത്തിൽ ഒരു കൃത്യമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. സത്യത്തിൽ നിയമം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നിയമം ഇതിലൊരു യഥാർത്ഥത്തിൽ ഇതൊരു പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഈ വേദിയൊക്കെ ഗൗതം പറഞ്ഞതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളല്ലേ വേദികളൊക്കെ തന്നെ. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ? അവിടെ ആളുകൾ കാണുകയും സ്വന്തം പൈസ കൊടുത്തിട്ടാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ അവനവൻ്റെ വാളിലേക്ക് ഇതിങ്ങനെ കടന്നു വരിക. അങ്ങനെ കടന്നു വന്നുകൊണ്ട് റെക്കമെൻഡ് ചെയ്ത് കടന്നു വന്നുകൊണ്ട് അത് നമ്മൾ കാണുന്ന ഒരാൾക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയാൻ പാടില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ സിനിമ റിവ്യൂ ആദ്യം നിർത്തണ്ടേ? ഞാൻ ചോദിക്കുന്നത്, സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ക്രിയേറ്റിവിറ്റി ഒരു സാധനം ചെയ്യുന്നു, അതിൽ അയാളുടെ ഡ്രസ്സിങ് ശരിയല്ല, അയാളുടെ ക്യാമറ സാധനം ശരിയല്ല, ഈ പല സംഭവവും പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് അതൊക്കെ നിർത്തി വെക്കേണ്ടി വരില്ലേ? ഇതുപോലെ ഈ പറയുന്ന വ്യക്തി സ്വന്തം വീടിനുള്ളിൽ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് നോക്കാൻ നമുക്ക് ആർക്കും അർഹതയില്ല. പക്ഷെ ഒരു പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ അത് മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണെങ്കിൽ, ഞാൻ പറയാം, ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. അതായത് നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമായി, ഈ ആണുങ്ങൾക്കെതിരെ ഈ നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞ് കേസ് എടുക്കും. എങ്ങനെ? ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം, മീൻസ് പ്രധാനപ്പെട്ട പാർട്ടാവണ്ട, ഏതെങ്കിലും ഒരു ഭാഗം സ്ത്രീകൾക്ക് നേരെ തുറന്നു കാണിച്ചാൽ, അപ്പം നമ്മളത് ഒരു ഡ്രസ്സ് ഇടാതെ ഒരു സ്ഥലത്തോടി പോയി, മീൻസ് ഷർട്ട് ഇടാതെ ഒരു സ്ഥലത്തോടി നടന്നുപോയി, ഒരു സ്ത്രീ വന്നു, ആ സ്ത്രീ ഇങ്ങ് നോക്കി, ആ സ്ത്രീയെ നമ്മളൊന്ന് നോക്കി, എൻ്റെ നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ, കേസ് എടുക്കുന്ന നിയമം ഇതേ നഗ്നതാ പ്രദർശനം, അതായത് ശരീരത്തിൻ്റെ നഗ്നതാ പ്രദർശനം എന്ന് പറയുന്ന ഇതേ കൺസെപ്റ്റ് തിരിച്ച് പുരുഷൻ പരാതി കൊടുത്താൽ എന്തുകൊണ്ടാണ് എടുക്കാത്തത്? അതായത് ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഭാസം പറയുന്നവർക്കെതിരെ വഴിമരുന്നിടുന്നതാണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണം എന്നാണ് ഈ രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ശരി തന്നെയല്ലേ? ഇങ്ങനെ ഒരു വസ്ത്രധാരണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ചിലപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ആഭാസ സ്വരങ്ങളിൽ വർത്തമാനങ്ങൾ വരും. അത് സഹിക്കാൻ കൂടി പറ്റിയെങ്കിൽ മാത്രം ഇത്തരം വസ്ത്രങ്ങൾ ഇട്ടാൽ മതി എന്നും കൂടി അതിനൊരു അർത്ഥമില്ല. അല്ല, അതുണ്ട്. പക്ഷെ നമ്മുടെ നിയമം അത് അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നിയമം പറയുന്നത് നിങ്ങൾ ഫസ്റ്റുള്ള വസ്ത്രം നിങ്ങൾ ഇടണ്ട എന്നാരും പറയുന്നില്ല. അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല, എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, രാഹുൽ ഈശ്വർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്ത്രീയുടെ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് ബ്രെയിനിലാണ്, പുരുഷന്റെ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് കണ്ണിലാണ്. കാരണം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് പുരുഷന്റെ സെക്ഷ്വാലിറ്റി ഉണരുന്നത്. അത് സൈക്കോളജിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. ഞാൻ പറയുന്നത് നല്ല സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, വിദഗ്ധരായ സംഘങ്ങൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഗവൺമെന്റും കോടതിയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു വിശദമായ പഠനം നടത്തേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. എന്നിട്ട് കോടതി ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇതല്ലാതെ കോൺഫ്ലിക്റ്റുകളാണ് ഈ കാര്യത്തിൽ. എന്താ പറയുക, ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഭാഗത്ത് പോകുന്ന നമുക്ക് നിർത്താറായി. ആഭാസത്തിന്റെ പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ വളരെ ബഹുമാനപൂർവ്വം ഹണി റോസിനെ അല്ല ആരെയും വിമർശിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വിമർശിക്കുക തന്നെയാണ് വേണ്ടത്. അല്ല, വിമർശനം ആർക്കെതിരെയും കൊണ്ടുപോകാം. പക്ഷെ ഇത്തരത്തിൽ എല്ലാവരെയും പിടിച്ച് ജയിലിലാക്കുന്ന സ്ഥിതി ശരിയല്ല.